ഫിഖ്ഹിലെ 21-ാം പാഠമാകുന്ന ഖുത്ബ അൽ ഖുത്ബത്തു എന്ന പാഠത്തിൽ നിന്നാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത്. അപ്പോ ആ പാഠത്തിൽ ഖത്തീബ് എന്ന് പറയുന്നുണ്ട്. അത് ആരെ കുറിച്ചാ? ആർക്കാണ് ഈ ഖത്തീബ് എന്ന് പറയാ? ഖുതുബ ഓതുന്നത്. ഖുത്ബ ഓതുന്ന ആൾക്കാണ് ഖത്തീബ് എന്ന് പറയാം, അല്ലെ? ഓക്കെ. നിങ്ങൾക്ക് മിമ്പർ എന്ന് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ? ഗേൾസിന് മനസ്സിലായോ? മിമ്പർ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല. നമുക്ക് നോക്കാം ഒന്ന്. മിമ്പർ അടിച്ചാൽ വരുമോ നോക്കാം. മറ്റുള്ളവർ മൈക്ക് ഓഫ് ചെയ്തോളൂ. ആഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ഒരു മിമ്പർ ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ആണ്. ലാസ്റ്റ് മിമ്പർ കാണാം. ഓക്കെ, കാണുന്നില്ലേ? ഒരു മിമ്പർ, ഏകദേശം മിമ്പറുകൾ ഇങ്ങനെ ഉണ്ടാവുക പള്ളിക്കകത്ത്. ഈ മിമ്പറിൽ കയറി, ഞാൻ ഗേൾസിന് വേണ്ടിയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ. ഗേൾസ് അങ്ങനെ പള്ളിക്കകത്ത് കയറൂലല്ലോ. അപ്പോ ഇതുപോലെയുള്ള മിമ്പറിൽ കയറിയാണ് ഇപ്പോൾ ഈ മൗസ് പോയിന്റ് ഈ കാണുന്ന ഭാഗമല്ലേ, ഈ ഭാഗത്താണ് ഖത്തീബ് കയറി നിൽക്കുക. ഈ കാണുന്ന ഭാഗത്താണ് ഇരിപ്പിടം വെക്കുക. ആ ഭാഗത്തേക്കാണ് ഇരിക്കുക. രണ്ട് ഖുതുബക്കിടയിൽ ഇരിക്കണമല്ലോ. ആദ്യം ഖത്തീബ് കയറി വന്ന് ഈ ഭാഗത്തെത്തിയാൽ നേരെ മഅ്മൂമുകളായ ആളുകൾ, അതായത് ജുമാക്ക് എത്തിയ മറ്റാളുകൾ, അവരിലേക്ക് തിരിഞ്ഞു നിൽക്കും. എന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പൂർണ്ണമായ സലാം പറയും. എന്നിട്ട് ഖത്തീബ് ഇവിടെ ഇരിക്കും. കാല് ഇവിടെ ഉണ്ടാകും, ഇവിടെ ഇരിപ്പിടം വെച്ച് ഇരിക്കും. ഈ ഇരിക്കുന്ന സമയത്ത് ജുമുഅക്കുള്ള രണ്ടാമത്തെ വാങ്ക് വിളിക്കും. ആ വാങ്ക് വിളിച്ച ശേഷം, ആരാ വാങ്ക് വിളിക്കാം? പള്ളിയിലെ വാങ്ക് വിളിക്കുന്ന ഉസ്താദ് വാങ്ക് വിളിക്കും. വാങ്ക് വിളി കഴിഞ്ഞ ശേഷം, വാങ്കിന് ശേഷമുള്ള ദുആവും കഴിഞ്ഞു, ആയത്തുൽ കുർസിയോ ഓതിയ ശേഷം ഖത്തീബ് വീണ്ടും എഴുന്നേറ്റ് നിന്നാണ് ഖുതുബ ആരംഭിക്കുക. ഓക്കെ. ഓക്കെ, യെസ്. അങ്ങനെയാണ് ഖുതുബ ആരംഭിക്കുക. അപ്പൊ ഖുതുബ ആരംഭിക്കുന്ന സമയത്ത് പാലിക്കേണ്ട ഷർത്തുകൾ 9 ഷർത്തുകൾ ഉണ്ട്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 5 ഫർളുകളുണ്ട്. ഷർത്തും ഫർദൊക്കെ പാലിക്കൽ നിർബന്ധമാണ്, എല്ലാവർക്കും അറിയാം. പിന്നെ അല്പം ചില സുന്നത്തുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വളരെ ഷോർട്ടായി പറഞ്ഞാൽ, ഷർത്തുകൾ 9 എണ്ണത്തിൽ: 1, ജുമയുടെ അഹ്ലുകാരായ 40 ആളുകളെ കേൾപ്പിക്കുക. ജുമ നിർബന്ധമായ 40 ആളുകളെങ്കിലും ഈ ഖുതുബ കേൾക്കണം. 2, അറബി ഭാഷയിലായിരിക്കണം. 3, നിൽക്കാൻ കഴിവുള്ളയാളാണെങ്കിൽ ഖുതുബ ഓതുന്നയാൾ നിന്ന് തന്നെ ഖുതുബ നിർവഹിക്കണം. പിന്നെ ഔറത്ത് മറക്കണം. 5, ശുദ്ധി ഉണ്ടായിരിക്കണം. വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധി ഉണ്ടായിരിക്കണം. 2 ഖുതുബയുടെ ഇടയിൽ ഇരിക്കൽ നിർബന്ധമാണ്. 7, തുടർച്ചയായിരിക്കുക. 2 ഖുതുബയും തുടരെ തുടരെ വേണം.
തുടരെ തുടരെ എന്ന് പറഞ്ഞാൽ ഒരു ഖുത്ബ ഓതി പിന്നെ കുറേ നേരം ഇരിക്കുകയാണ്, അത് പറ്റൂല. ഏഹ് അല്ലെങ്കിൽ അതിനിടയ്ക്ക് രണ്ട് ഖുത്ബയ്ക്കിടയിൽ വേറൊരു പണിക്ക് വേണ്ടി പുറത്തു പോകാനും പറ്റൂല. തുടരെ തുടരെയായി സംഭവിക്കണം, മുവാലാത്ത് വേണം. 8, ളുഹറിന്റെ സമയത്താണ് ഖുത്ബയും ജുമുഅക്കെ സംഭവിക്കേണ്ടത്. 9, ഖത്തീബ് പുരുഷനായിരിക്കണം, സ്ത്രീക്ക് ഖത്തീബ് ആവാൻ പറ്റില്ല എന്നർത്ഥം. സ്ത്രീകൾക്ക് ജുമുഅ ഇല്ലല്ല. പിന്നെ മറ്റു ഖുത്ബ മറ്റു ഖുത്ബകൾക്ക് പുരുഷനായിരിക്കലും അറബിയിലായിരിക്കലും മാത്രമേ ഷർത്തുള്ളൂ. ഇതിപ്പോ വെള്ളിയാഴ്ച ജുമയിലെ ഖുത്ബയെ കുറിച്ചാ. എന്നാൽ പെരുന്നാൾ നിസ്കാരത്തിനുള്ള ഖുത്ബ അതുപോലെയുള്ള മറ്റ് ഖുത്ബകൾക്ക് സുന്നത്തായ നിസ്കാരങ്ങളാണ് അതിനുള്ള ഖുത്ബ